അങ്ങനെ CPM കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ അമ്പലങ്ങളെ CPM സ്വതന്ത്രമാക്കും. അതായത് അമ്പലങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടാൻ പാടില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഇപ്പൊ കേവല ഭൂരിപക്ഷം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ദേവസ്വം നിയമത്തിൽ മാറ്റം വരുത്തി മുസ്ലിങ്ങളുടെ ആരാധനാലയം മുസ്ലിങ്ങൾ നടത്തുന്നത് പോലെ, ക്രിസ്ത്യാനിയുടെ ആരാധനാലയം ക്രിസ്ത്യാനി നടത്തുന്നത് പോലെ, ഹിന്ദുവിന് 50,000 ക്ഷേത്രങ്ങളുണ്ട്, അതിൽ 5,000 ക്ഷേത്രം മാത്രം വരുമാനമുള്ള ക്ഷേത്രം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ളത്. അപ്പൊ ഈ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ നിന്നും 45,000 ക്ഷേത്രങ്ങൾ, അതായത് കേരളത്തിലെ 90% ക്ഷേത്രങ്ങൾ നടത്തുന്ന വിശ്വാസിയായ ഹിന്ദുവിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾക്ക് ഇസ്ലാമിന് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ക്രിസ്ത്യാനി വിശ്വാസമുണ്ട്. ഗുരുവായൂരും ശബരിമലയും വൈക്കം കാടാമ്പുഴ അടക്കമുള്ള മഹാക്ഷേത്രങ്ങൾ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ വിശ്വാസിയായ ഹിന്ദു ഭക്തന് കഴിയില്ല എന്നാണോ അസ്കർ വിശ്വസിക്കുന്നത്? ഞങ്ങളുടെ കയ്യിൽ ശബരിമലയോ ഗുരുവായൂർ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് സ്വർണം നഷ്ടമാകും, അയ്യപ്പൻ നഷ്ടമാകും എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ക്രിസ്ത്യാനി മുസൽമാൻ അവന്റെ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ നടത്തുന്ന പോലെ ഹിന്ദുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹാക്ഷേത്രങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ, ഞങ്ങളുടെ പൂർവികരുണ്ടാക്കിയതാണ് ഈ ക്ഷേത്രങ്ങൾ, ഒരു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉണ്ടാക്കിയതല്ല. ഞങ്ങളുടെ പൂർവികരുണ്ടായി. ഈ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ 50 കൊല്ലക്കാലത്തെ ചരിത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം 2000 വർഷത്തിന് മേലെയാണ്. ശബരിമല അയ്യപ്പന്റെ ചരിത്രം 1000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഈ ദേവസ്വം ബോർഡ് ചരിത്രം 50 വർഷത്തിന് ഇടയിലുള്ള ഒരു ചരിത്രമാണ്. അപ്പൊ ഈ 50 വർഷം കൊണ്ട് ഉണ്ടായതല്ല ഹിന്ദു സംസ്കാരം, ഹിന്ദു ജീവിത രീതികൾ, ക്ഷേത്ര സംസ്കാരം. 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുണ്ട് ഈ ഭാരതത്തിൽ. ഈ ഭാരതത്തിലെ ഓരോ ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കാൻ അറിയാവുന്നവൻ അത് സംരക്ഷിക്കാനും അറിയാം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടുത്തെ കോൺഗ്രസിനും ദേവസ്വം ബോർഡ് ഇല്ലാതെ ഹിന്ദുവിനെ ഏൽപ്പിക്കാൻ പറ്റാത്തത്? ഈ അമ്പലം ഹിന്ദുക്കളുടെ കയ്യിൽ ഗുരുവായൂർ അമ്പലവും ശബരിമല അമ്പലവും എത്തിയാൽ ദേവസ്വം ബോർഡ് നടത്തുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഹിന്ദുക്കൾക്ക് നടത്താൻ കഴിയില്ലേ? ആണ് നാട്ടിലെ ക്ഷേത്രങ്ങളിലെ ഹിന്ദുക്കളിലെ നടന്നത്. ദേവസ്വം ബോർഡ് നടന്നുകൊണ്ടാണ് അഴിമതി വരുന്നത്. കാരണം അഴിമതിക്കാരായ ധാരാളം ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും അതിൽ ചേരുന്നു. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ആശയം ദൈവനിഷേധമാണ്. ദൈവത്തെ നിഷേധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നിമിത്തമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അയ്യപ്പനെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ച നിങ്ങൾക്ക് അയ്യപ്പ സംഗമം നടത്തേണ്ടി വരുന്നത് ഒരു ഗതികേടായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ പറയാം. രാജേഷ്, ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കരുതുന്നത് ഇപ്പൊ ദേവസ്വം ഭരിക്കുന്നത് ഹിന്ദുക്കളല്ല എന്നുള്ള വ്യാഖ്യാനം. നിങ്ങൾ കരുതുന്ന ഹിന്ദു എന്ന് പറയുന്നത് സംഘപരിവാർ ആണെങ്കിൽ ആ സംഘപരിവാറിന്റെ ക്ഷേത്രങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമല്ല. കാരണം എന്തുവെന്നാൽ ആരായിരുന്നു ഹിന്ദു എന്നുള്ളത് ഒരു വലിയ ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്. ആരായിരുന്നു ഹിന്ദു? ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു പ്രവിശ്യയിൽ ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് ഹിന്ദു എന്ന് വിളിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കരുതുന്ന ബ്രാഹ്മണിക്കൽ ഹെഗ്മണിയുടെ ഭാഗമായി നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ധാരയല്ല ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ ധാര എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ. ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, എന്താ അത് വരാത്തത് ശ്രീ അസ്കർ? സന്ദേശ സിനിമയില് ശങ്കരാടി പറഞ്ഞ താത്വിക അവലോകനം പോലെ തന്നെയാണ് ശ്രീ ഹസ്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഒരിക്കലും അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇല്ല, ഈ സനാതന ധർമ്മത്തെ പറ്റി ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അഡ്വക്കേറ്റ് BN ഹസ്കറിനെ വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരിക്കലും ഈ രീതിയിൽ അദ്ദേഹം സനാതന ധർമ്മത്തെ മനസ്സിലാക്കില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷെ ചർച്ചയിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അഡ്വക്കേറ്റ് BN ഹസ്കർ അതൊരിക്കലും അല്ല, ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. അത് എന്റെ വ്യക്തിപരമായ അങ്ങേയായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ മാത്രം പറയുകയാണ്. പക്ഷെ ഒറ്റ ചോദ്യം, കേരളത്തിനേക്കാൾ എത്രയോ ഇരട്ടി വലിയൊരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞത്. കേരളത്തിന്റെ എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങൾ അവിടുണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഒറ്റ ക്ഷേത്രം മാത്രമാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ളതെന്ന് താങ്കൾക്കറിയാമോ? കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരൊറ്റ ക്ഷേത്രം, അത് സെക്യൂരിറ്റി ആസ്പെക്റ്റുകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ബാക്കി അവിടെയുള്ള ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളും അവിടുത്തെ വിശ്വാസികളാണ് ഭരിക്കുന്നത്. ഈ കേരളവും അതുപോലെ തന്നെ ദൈവമില്ല, അല്ലെങ്കിൽ സനാതന സംസ്കാരം എന്ന് പറഞ്ഞ വൈറസ് ആണെന്ന് പറഞ്ഞ തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സൗത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ ദേവസ്വം എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത്. ആരുണ്ടാക്കിയതാണ്? ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ തുടക്കമിട്ട് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ അവര് കാണിച്ചു തന്ന മാതൃക ഇവിടുത്തെ മാറി മാറി വരുന്ന ഇടത് മുന്നണിയും വലത് മുന്നണിയും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം നേരത്തെ ശ്രീ രാജേഷ് നാദാപുരം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ക്ഷേത്രങ്ങളെ ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടുത്തരുതെന്ന്. കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമീണ ക്ഷേത്രങ്ങൾ നഷ്ടത്തിലല്ലല്ലോ, സാമ്പത്തിക മാനദണ്ഡത്തിൽ നഷ്ടത്തിലല്ല. എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രം ഈ നഷ്ടം വരുന്നതെന്ന് അറിയാമോ?
ഈ മോഷണം തന്നെയാണ്. അതാത് ഗ്രാമപ്രദേശത്തെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതികൾക്ക് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കൂ. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി ക്ഷേത്രങ്ങൾ നല്ല നടത്തുന്നുണ്ട്, മനോഹരമായി നടത്തുന്നുണ്ട് ക്ഷേത്രങ്ങൾ. ശ്രീ അഡ്വക്കേറ്റ് ബിൻ ഹസ്കർ, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. അതൊന്നും നഷ്ടമല്ല. ഇതിലൊരു തെറ്റിദ്ധാരണ വരും. RSSനെ ക്ഷേത്രം ഏൽപ്പിക്കുന്നു, RSS ഏൽപ്പിച്ചാൽ മാത്രമേ നന്നാവൂമെന്നാണ് അസ്കർ സാർ പറഞ്ഞു വെക്കുന്നത്. അതായത് സാമാന്യ ഭക്തന്മാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന എപ്പോഴത്തെയും ഒരു ആശയമാണ്. അതായത് ക്ഷേത്രം മോചിപ്പിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് RSSന്റെ കയ്യിൽ കൊടുക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മതപരമായ ഹിന്ദു വിശ്വാസിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികളുടെ കയ്യിൽ, അത് RSSന്റെ സംഘചാലകന്റെ കയ്യിൽ കൊടുക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതല്ല, നിങ്ങൾ ദേവസ്വം ബോർഡുകളിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിച്ച് വിശ്വാസ സമൂഹത്തിൽ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് വിശ്വാസ സമൂഹം സമം RSS ആണെങ്കിൽ ഒരു തെറ്റുമില്ല. താങ്കൾ അങ്ങനെയാണല്ലോ പ്രശ്നം വരുന്നത്. അതെങ്ങനെ പ്രശ്നമാവും? ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസികളുടെ ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടായപ്പോ മുന്നിൽ നിന്ന് അത് ചെറുക്കാൻ ഈ നാട്ടിലെ സംഘപരിവാർ സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ധൈര്യമായി പറഞ്ഞൂടെ? കേരളത്തിലെ 50% വരുന്ന ഹിന്ദുവിൽ സംഘപരിവാർ എന്ന് പറയുന്ന ആളുകൾ എത്ര പെർസെന്റേജ് ഉണ്ടാവും? ഏകദേശം ഒരു കണക്ക് മതി. കേരളത്തിൽ ജനസംഖ്യയിൽ 50% ഹിന്ദുക്കളാണ്. ഇതിൽ സംഘപരിവാർ എന്ന് പറയുന്ന സംഘികൾ ഞങ്ങൾ എത്ര പേരുണ്ടാവും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? കേരളത്തിൽ ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്. അല്ല രാജേഷ്, അതിൽ ഞാൻ അതിലേക്ക് വരാം. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വലിയ കാര്യം കഴിഞ്ഞ കുറെ നാളുകളായി 2019 ശേഷം കേരളത്തിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുന്നുണ്ട്. എന്തെന്നാൽ നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ശബരിമല സ്ത്രീ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടത് RSS എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് യുവതീ പ്രവേശനത്തിന് അനുകൂലം വരുന്ന 5 തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. യുവതീ പ്രവേശനത്തിന് അനുകൂലമായി എടുത്തിരുന്ന നിലപാടിന് കടകം മറിഞ്ഞത് ഒരു സുവർണ അവസരമായി രാഷ്ട്രീയ കേരളത്തെ മാറ്റിമറിക്കുന്നതിനുള്ള സുവർണ അവസരം എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിപ്പോ ഇപ്പോ ആവർത്തിച്ചു പറയുന്ന യുവതീ പ്രവേശനത്തിന് എതിരായിരുന്നു എന്നും RSSന്റെ പ്രഖ്യാപിത നിലപാട് എന്തായിരുന്നു? യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. എന്തായാലും തർക്കമുണ്ടോ കാര്യത്തിൽ? 5 തെളിവുകൾ. ഹസ്കർ, ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. RSSനകത്ത് ജനാധിപത്യം ഇല്ല എന്നൊക്കെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്. RSSലെ ഏതെങ്കിലും 1-2 വ്യക്തികൾ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള കാരണത്താൽ അത് സംഘടനയുടെ പ്രസ്താവനയല്ല. താങ്കൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം അത് സ്വാർത്ഥമായി അവലോകനം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ആൾക്കാരുടെ ഒരു ടീം RSS പോലുള്ള പ്രസ്ഥാനങ്ങളിലുണ്ട്. നിങ്ങളുടെ കൂട്ട് ഓരോ കാലത്തും ചരിത്രപരമായ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്ന, എന്ന് വെച്ചാൽ CPMന്റെ ഫുൾ ഫോം തന്നെ അതാണ്, ചരിത്രപരമായ മണ്ടത്തരം. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജനാധിപത്യ സ്വഭാവമുള്ള, ചിന്തിക്കുന്ന, ഏതെങ്കിലും കാര്യത്തിൽ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചതിന് ശേഷം ആ തെറ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തിരുത്താൻ കഴിവും പ്രാപ്തിയും ശേഷിയും ശേമുഷിയും ഉള്ള ഒരു പ്രസ്ഥാനമാണ്. സംഘടനയിലെ ഏതെങ്കിലും ആൾക്കാർ അപ്രകാരം അല്ല, അത് മാത്രമല്ല,